കാലിന്റെ പെരുവിരലിൽ നിന്ന് റൂഹിനെങ്ങനെ പിടിക്കുമ്പോ, അവന്റെ റൂഹിനെങ്ങനെ പിടിക്കുമ്പോ, ഈ കിടക്കുന്ന മനുഷ്യൻ, മരിക്കാൻ പോകുന്ന മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ, അതാ അവന്റെ രണ്ട് തോളത്തിരിക്കുന്ന മലക്കുകൾ, സഹോദരങ്ങളെ, കിറാമൻ കാത്തിബീങ്ങളായ രണ്ട് മാലാഖമാരെ അല്ലാഹു നമ്മുടെ തോളത്ത് വെച്ചിട്ടില്ലേ, തോളത്ത് ഏൽപ്പിച്ചിട്ടില്ലേ? നമ്മൾ ചെയ്യുന്ന രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ കൂരിരുട്ടിൽ റൂമിന്റെ ഉള്ളിൽ വാതിട്ടടച്ചിട്ട് നാം ചെയ്ത തെറ്റാണെങ്കിലും, എത്ര സ്വകാര്യമായി പറഞ്ഞതാണെങ്കിലും കേട്ടതാണെങ്കിലും ചെയ്തതാണെങ്കിലും അത് മുഴുവനും എഴുതി വെക്കുന്ന മാലാഖമാരില്ലേ? ഈ മാലാഖമാർ അവന്റെ തോളത്തുനിന്ന് ഇറങ്ങി വരൂ. തോളത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് സ്വാലിഹായ മനുഷ്യന്റെ റൂഹാണ് പിടിക്കുന്നതെങ്കിൽ ഈ മലക്കുകൾ പറയുന്നു, ജസാക്കല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്ക് ഖൈർ പകരം നൽകട്ടെ, ഖൈർ അല്ലാഹു നിനക്ക് പകരം നൽകട്ടെ. റബ്ബ മജ്ലിസിൻ ഹസന അജ്ലസ്തനാ, എത്ര നല്ല മജ്ലിസുകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര നല്ല സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര ദിവസങ്ങളിലാ പള്ളിയിൽ നീ എത്തിക്കാഫിരുന്നത്, എത്ര ജമാഅത്തിനാണ് നീ ഹാജരായത്, എത്ര വാളിന്റെ മജ്ലിസിലാണ് നീ പോയിരുന്നത്. അതുകൊണ്ട് ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഞങ്ങളെ വിഷയത്തിൽ അല്ലാഹു നിനക്ക് ഖൈർ പകരം നൽകട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമ്പോ, ഈ മരിക്കാൻ പോകുന്ന മനുഷ്യനതാ പ്രാർത്ഥന കേട്ടിട്ട് പുഞ്ചിരി തൂകുന്നു. സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. അവന്റെ നെറ്റിത്തടം വിയർക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 ലക്ഷണങ്ങൾ ഒരു മനുഷ്യനിൽ നിങ്ങൾ കണ്ടാൽ അവൻ നല്ല നിലക്കാണ് മരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവന്റെ കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ അവനെ സംബന്ധിച്ച് അവനോട് നല്ലതാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെയാണ് ആ 3 ലക്ഷണങ്ങൾ? 1, അവന്റെ നെറ്റിത്തടം വീർക്കുക. 2, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുക. 3, അവനൊന്ന് പുഞ്ചിരിക്കുന്നത് പോലെയാവുക. ഈ 3 ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടോ, അവൻ നല്ല നിലക്കാണ് മരണപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ അവനോട് പറയുന്നു, ജസാക്കല്ലാഹു അന്നാ ഖൈറാ. അങ്ങനെ ഇതങ്ങ് പറഞ്ഞിട്ട് വളരെ സുഖത്തോടുകൂടെ അവന്റെ റൂഹിനെ അങ്ങ് പിടിക്കും. അവന്റെ റൂഹിനെ അങ്ങ് പിടിക്കുമ്പോൾ ഈ പിടിച്ച റൂഹുമായി കൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കാട്ടിക്കൊടുത്ത ആ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഇവനങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കും. അവന്റെ റൂഹുമായി മാലാഖമാരതാ ആകാശലോകത്തേക്ക് ഉയരുന്നു. അവന്റെ റൂഹിങ്ങനെ പിടിക്കുമ്പോ മലക്കുകൾ പറയുമത്രേ, മലക്കുകൾ അവന്റെ അടുക്കൽ വന്ന് പറയും. ആരോടാ പറയുന്നത്? ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ. ഈ സ്വാലിഹായ മനുഷ്യന്റെ റൂഹിനെങ്ങനെ പിടിക്കുമ്പോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞ് സുമ്മസ്തഖാമു, പിന്നെ നല്ല നിലയ്ക്ക് ജീവിച്ച മനുഷ്യന്റെ മരണം ഹാളിറാകുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക, മാലാഖമാർ ഇറങ്ങി വരും. അല്ലാഹുവിന്റെ സലാമത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരും. എന്നിട്ട് ആ മലക്കുകൾ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, മോനെ വിഷമിക്കണ്ട, പേടിക്കണ്ട, വേദനിക്കണ്ട, നീ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, നീ സ്വർഗ്ഗം കൊണ്ട് സന്തോഷിക്കുക. അല്ലത്തി, എങ്ങനത്തെ സ്വർഗ്ഗമാണ്? കുന്തും തുഅദൂൻ,
നിനക്ക് അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ, നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് നിങ്ങളോട് കരാർ ചെയ്ത, വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം കൊണ്ട് നീ സന്തോഷിക്കുക. അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ഭയപ്പെടണ്ട. നിന്റെ റൂഹ് പിടിക്കുന്നത് കൊണ്ട് നീ പേടിക്കേണ്ടതില്ല. നീ ഒറ്റക്കാണെന്ന പേടി വേണ്ട, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. ഈ റഹ്മത്തിന്റെ സലാമത്തിന്റെ മാലാക്കമാര് പറയുന്നു നീ പേടിക്കണ്ട, നീ ഒറ്റക്കാണെന്ന് ഭയപ്പെടണ്ട. എന്തേ? ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. പേടിക്കണ്ട, ഭയപ്പെടണ്ട. വനഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിന്റെ സഹായികളായുണ്ട്. നിന്റെ കാര്യങ്ങൾ നോക്കാൻ, നിങ്ങളെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ട്. ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഇന്ന് ദുനിയാവിലുമുണ്ട്, നാളെ ആഖിറത്തിലുമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടണ്ട. മാത്രമല്ല ഒരു ഓഫറും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് ആ റൂഹിനെ പറഞ്ഞയക്കുന്നത്. ഒരു ഓഫറും കൂടെ കൊടുക്കുന്നു. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, സഹോദരാ, ഇത് ധാർമ്മ്യൊന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്നതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്ക് മുഅ്മിനേ, വളരെ വ്യക്തമായി കാണാം. ഈ മലക്കുകൾ ഇവരോട് പറയുന്നു, ഈ നല്ല നിലയ്ക്ക് മരണപ്പെട്ടു പോകുന്ന ആളുകളോട് പറയുന്നു, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ഭയപ്പെടണ്ട. നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഔലിയാക്കളായിട്ട്, നിങ്ങളെ കാര്യങ്ങൾ ഏറ്റെടുത്തവരായിട്ട്, നിങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട്. ഇന്ന് ദുനിയാവിൽ മാത്രമല്ല, വഫിൽ ആഖിറ, ആഖിറത്തിലുമുണ്ട്. തീർന്നിട്ടില്ല. പിന്നെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫറും പറഞ്ഞു കൊടുക്കുന്നു. പറക്കും ശരീരത്തിലുണ്ട്, കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി, പാറുമേ പറയണ്ട. കളക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. സഹോദരങ്ങളെ, ഒരു ഓഫറും കൂടെ കൊടുത്തിട്ട് ആ റൂഹിനെ പറഞ്ഞേക്കുന്നത്. എന്താണ് ഓഫർ? വലകും ഫീഹാ മാ തശ്തഹി അൻഫുസകും, നിങ്ങളെ ശരീരങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ശരീരങ്ങൾ എന്താണോ കൊതിക്കുന്നത്, അത് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വലകും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ തരുമെന്നല്ലോ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തൊക്കെ തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഒരു പേടിയും വേണ്ട. ഇതും പറഞ്ഞിട്ടാ മലക്കുകളെ പറഞ്ഞേക്കുന്നത്, ഇതും പറഞ്ഞിട്ടാ മലക്കുകളെ പറഞ്ഞേക്കുന്നത്. തീർന്നോ? തീർന്നിട്ടില്ല സഹോദരങ്ങളെ. അസ്രായിൽ അലൈഹിസ്സലാം റൂഹിനെ എങ്ങനെ പിടിക്കുമ്പോ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മാലാക്കമാർ, ഈ സ്വാലിഹായ നിസ്കരിച്ച, നോമ്പ് നോറ്റ, ഒരാളെ ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, വ്യഭിചരിക്കാത്ത, മദ്യപിക്കാത്ത, ഹറാമ് ചെയ്യാത്ത മനുഷ്യന്റെ അടുത്തിരുന്നിട്ട് മലക്കുകൾ ഇവനെങ്ങനെ സന്തോഷിപ്പിക്കാ, മലക്കുകൾ ഇവനെങ്ങനെ സന്തോഷിപ്പിക്കാ. വീണ്ടും അള്ളാഹിന്റെ മാലാക്കമാര് പറയുന്നു, പരിശുദ്ധ ഖുർആനാ പറയുന്നത്, സഹോദരങ്ങളെ, അല്ലദീന തവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ, ത്വയ്യിബീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളെ മാലാക്കമാര് റൂഹ് പിടിക്കുമ്പോ യഖൂലൂന, ആ മാലാക്കമാര് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷ, ശാന്തി, സമാധാനം, സന്തോഷിച്ചു കൊള്ളുക, വേവലാതിപ്പെടണ്ട, പേടിക്കണ്ട. ദുഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോളൂ. റൂഹിനങ്ങനെ പിടിച്ചെടുക്കുമ്പോ തന്നെ പറയുന്നു, ദുഖുലുൽ ജന്ന ബിമാ കുന്തും തഅമലൂൻ. അടിവരയിട്ടോ, അടിവരയിട്ടോ. ബിമാ കുന്തും തഅമലൂൻ, നീ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്, നിങ്ങൾ പ്രവർത്തിച്ച, നിങ്ങൾ നോമ്പനുഷ്ഠിച്ച, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ, നീ ഓതിയ ഖുർആനിന്റെ, നീ പറഞ്ഞ സത്യത്തിന്റെ, നീ ചെയ്ത സംഭാവനയുടെ, നീ ചെയ്ത സദഖയുടെ തോതുകൊണ്ട് അതിന്റെ ഫലമായിട്ട് ദുഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോ. അള്ളാഹു ഇങ്ങനെ പറയാ, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഈ മനുഷ്യനോട്. ഈ റൂഹ് പിടിക്കുന്ന മനുഷ്യന് വേവലാതിപ്പെടാണ്ടിരിക്കാൻ, വിഷമിപ്പിക്കാതിരിക്കാൻ അള്ളാഹു ഇങ്ങനെ കൊടുക്കുക ഓഫർ. തീർന്നോ? തീർന്നിട്ടില്ല. വീണ്ടും മലാക്കമാര് വന്നുകൊണ്ട് പറയുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ ശാന്തമായി മരണപ്പെട്ട ആത്മാവേ, ഏ സന്തോഷിച്ചുകൊണ്ട് മരിച്ചവനെ. ആ റൂഹിനോട് പിടിച്ചിട്ട്
ഇവൻ സന്തോഷത്തോടെ മരിച്ചങ്ങോട്ട് കിടക്കുമ്പോൾ അവൻ്റെ നെറ്റിത്തടങ്ങനെ വിയർക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുമ്പോൾ അവൻ ചിരിച്ച്, നമ്മളിങ്ങനെ പറയില്ലേ, നമ്മൾ ചില മയ്യത്ത് കണ്ടുവന്നാൽ പറയില്ലേ, മരിച്ചു കിടക്കാൻ തോന്നൂല്ല, ഉറങ്ങിയ പോലെ ചിരിച്ചു കിടക്കുന്നു, പറയാറില്ലേ? ഇല്ലേ സഹോദരങ്ങളെ, പറയാറില്ലേ? എന്താ മിണ്ടാത്ത്? പറയലില്ലേ? ചില മയ്യത്ത് കണ്ട നമ്മൾ പറയില്ല ഉറങ്ങിക്കിടക്കാന്ന് തോന്നും, മരിച്ചിരിക്കുന്നു എന്ന് ഒരിക്കലും പറയൂല അല്ലേ? അത് ഇതുകൊണ്ടാ മലക്കുകൾ ഇങ്ങനെ വന്ന് പറയാ, ഇവന്റെ റൂഹിങ്ങൾ പിടിച്ചിട്ട് ഇവനിങ്ങനെ റൂഹ് പിടിച്ച് സുന്ദരമായ റാഹത്തോടെ മരിച്ചു കിടക്കുമ്പോ അടുത്ത മാലാക്കമാര് വന്നിട്ട് പറയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ ശാന്തമായി മരണപ്പെട്ടവന്റെ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നീ നിന്റെ റബ്ബിലേക്ക് പോവുക, നീ അള്ളാനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹ് നിന്നെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, സന്തോഷത്തോടെ പോയിക്കോ, സന്തോഷത്തോടെ പോയിക്കോ. അള്ളാഹ് അങ്ങനെ പറയുന്ന ആത്മാക്കൾ നമ്മൾ ആത്മാവിനെ ഉൾപ്പെടുത്തട്ടെ. ഈ ആത്മാവുമായിട്ട് മലക്കുകൾ ആകാശ ലോകത്തേക്ക് കയറി ചെല്ലുന്നു. അസ്രായീൽ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ അനുയായികളും ഈ സുന്ദരമായി മരണപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ട മനുഷ്യന്റെ ആത്മാവുമായിട്ട് സ്വർഗ്ഗത്തെ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആകാശ ലോകത്താകെക്കൂടെ ഒരു പരിമളം പരക്കുന്നു, വല്ലാത്ത സുഗന്ധം പരക്കുന്നു. മലക്കുകൾ ചോദിക്കുമത്രേ, ഇതാരുടെ ആത്മാവാണ്? ഇന്ന് ഭൂമിയിൽ ആരാ മരിച്ചിരിക്കുന്നത്? അയാളെ ജനാസ ഒന്ന് കൊണ്ടുവരൂ, ഇത് അയാളെ റൂഹിനെ ഒന്ന് ഇതുവഴി കൊണ്ടുവരൂ, ഇതുവഴി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യന്റെ നല്ല നിലക്ക് മരണപ്പെട്ട മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ മാലാഖമാര് തിക്കും തിരക്കും കൂട്ടുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവിനെ അല്ലാഹു ഇല്ലിയീൻ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കും. ആ മനുഷ്യന്റെ ആത്മാവിനെ അല്ലാഹു ഇല്ലിയീൻ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. കുല്ലു ഇന്ന കിതാബൽ അബ്റാർ ലഫീ ഇല്ലിയീൻ, ആ അബ്റാരിങ്ങളുടെ ഗുണവാന്മാരുടെ ആത്മാവിനെ ഇല്ലിയിൽ കൊണ്ടുപോയി വെക്കാൻ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ എത്ര വ്യക്തമായാ പറഞ്ഞത്. അല്ലാഹു ആ ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ആ ഭാഗ്യം നൽകട്ടെ. എന്നാൽ സഹോദരങ്ങളെ, തിരിച്ചു ചിന്തിക്ക്. ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ, ഈ മരിക്കാൻ പോകുന്ന മനുഷ്യനൊരു ദോഷിയായ മനുഷ്യനാണെങ്കിലോ, നിസ്കരിക്കാത്തവനെ, നോമ്പ് നോൽക്കാത്തവനെ, ഗീബത്തിന് മീമത്ത് പതിവാക്കിയവന്, കള്ളം പറഞ്ഞു നടന്നവന്, മറ്റുള്ളവന്റെ പച്ചമാംസം കൊത്തിവലിച്ചവന്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോഴോ ആ ബാങ്കിന് ജവാബ് കൊടുക്കാതെ പള്ളിക്ക് പിന്തിരിഞ്ഞ് നടന്ന പച്ച അഹങ്കാരിയായ മനുഷ്യനെ, നിന്റെ ആരോഗ്യം കൊണ്ടാണ് നീ അഹങ്കരിക്കുന്നത്? സമ്പത്ത് കൊണ്ടാണോ അഹങ്കരിക്കുന്നത്? അതോ നിന്റെ മസിൽ പവർ കൊണ്ടാണോ നീ അഹങ്കരിക്കുന്നത്? ഈ അഹങ്കാരിയായ മനുഷ്യന്റെ റൂഹാണോ പിടിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുമ്പോ തോളത്തിരിക്കുന്ന രണ്ട് മാലാഖമാർ ഇറങ്ങി വരുന്നു. തോളത്തിരിക്കുന്ന രണ്ട് മാലാഖമാർ ഇറങ്ങിക്ക് വന്നുകൊണ്ട് ഇവനോട് പറയുന്നു, ലാ ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഞങ്ങളെ വിഷയത്തിൽ അല്ലാഹു നിനക്ക് ഖൈറ് തരാതിരിക്കട്ടെ, അല്ലാഹു നിനക്ക് ഖൈറ് പ്രതിഫലം തരാതിരിക്കട്ടെ. മനുഷ്യ റബ്ബ മജ്ലിസിൻ സൂഇൻ അജ്ലസ്തനാ, എത്ര മോശം മജ്ലിസിലാടോ നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര സിനിമാ തിയേറ്ററുകളിലാ കൊണ്ടുപോയിരുത്തിയത്, എത്ര ഗാനമേളയുടെ സദസ്സിലാ കൊണ്ടുപോയിരുത്തിയത്, എത്ര ഗീബത്ത് നമീമത്ത് പതിയാക്കിയവരുടെ ഇടയിലാണോ നീ കൊണ്ടുപോയിരുത്തിയത്. അതുകൊണ്ട് ദോഷിയായ മനുഷ്യ, തമ്മാടിയായ മനുഷ്യ, ലാ ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഞങ്ങളെ വിഷയത്തിൽ അല്ലാഹു നിനക്ക് ഖൈറ് തരാതിരിക്കട്ടെ. കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ അവന്റെ തോളത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പ്രാർത്ഥിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സഹോദരങ്ങളെ, ഈ ദുർമാർഗിയായ ദോഷിയായ മനുഷ്യന് ആത്മാവിന് എങ്ങനെയാ പിടിക്കുന്നതെന്നറിയുമോ? അല്ലാഹു തആല പറയുന്നു, ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായിക യൽരിബൂന വുജൂഹഹും വഅദ്ബാറഹും
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാ, തമ്മാടിയായവനെ, ദോഷിയായവനെ, ഹറാം ചെയ്തവനെ, അല്ലാഹുവിനെ ധിക്കരിച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാക്കിന് മാറ് ചെയ്തവനെ, അവന്റെ റൂഹ് എങ്ങനെയാ പിടിക്കുന്നത്? അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയാ, ഫകൈഫ, അവന്റെ അവസ്ഥ എന്താണ്? എന്തോ ഒരവസ്ഥയാണ്. ഇദാ തവഫതുഹുൽ മലായിക, മലക്കുകൾ അവന്റെ റൂഹിനെ പിടിച്ചാൽ, മലക്കുകൾ അവനെ അങ്ങ് മൗത്താക്കിയാൽ, എങ്ങനെയാ മൗത്താക്കുന്നത്? എങ്ങനെയാ റൂഹിനെ പിടിക്കുന്നത്? സഹോദരങ്ങളെ, കഥ കേട്ടിരിക്കരുത്. ഇത് ധാർമ്മിയുടെ വാക്കുകളായി പുച്ഛിച്ചു തള്ളരുത്. പരിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്, പരിശുദ്ധ ഖുർആനിന്റെ വിളംബരമാണ്. എങ്ങനെയാ അവന്റെ റൂഹിനെ പിടിക്കുന്നതെന്നറിയുമോ? യളിബൂന വുജൂഹഹും, അവന്റെ മുഖത്തടിക്കും മാലാഖമാർ. റൂഹിനെ പിടിക്കുമ്പോ, അവന്റെ പെരുവിരല് മുതൽ റൂഹിനെ പിടിക്കുമ്പോ ഈ മനുഷ്യനാർത്ത് അട്ടഹസിച്ച് കരയും, ഈ മനുഷ്യനാർത്ത് അട്ടഹസിച്ച് കരയും. ഹബീബ് പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുൾക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ തുണി വലിച്ചെടുക്കാൻ പ്രയാസപ്പെടൂലേ എന്ന പോലെ ഇവന്റെ റൂഹ് ഇവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോരാൻ, മുറിഞ്ഞു പോരാൻ മടി കാണിക്കും. ഈ മനുഷ്യൻ പറയുമത്രേ, എന്നെ കൊണ്ടുപോവല്ല, എന്നെ കൊണ്ടുപോവല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ. ഇതിങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, യളിബൂന വുജൂഹഹും, ആ മാലാഖമാർ, റൂഹിനെ പിടിക്കുന്ന മാലാഖമാർ അവന്റെ മുഖത്തടിക്കും, വഅദ്ബാറഹും, മുഖത്തും പിന്നിലും ഞാഞ്ഞടിക്കും. അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ പറയാ, അവന്റെ ഈ റൂഹിനെ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അവന്റെ റൂഹ് പിരിഞ്ഞു പോരാൻ മടി കാണിക്കും, അവന്റെ ശരീരത്തിൽ റൂഹ് അള്ളിപ്പിടിച്ചിരിക്കും. അപ്പൊ മാലാഖമാർ അവന്റെ മുഖത്തും പുറത്തും അടിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ മുഖത്തും പുറത്തും അടിച്ചുകൊണ്ട് അവന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോ അദാബിന്റെ മാലാഖമാര് വന്നുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, എന്റെ വാക്കുകളല്ല സഹോദര സഹോദരി. അല്ലദീന തതവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം ഫൽഖൗസ്സലമ മാ കുന്നാ നഅമലു മിൻ സൂ ബലാ ഇന്നല്ലാഹ അലീമും ബിമാ കുൻതും തഅമലൂൻ. മലക്കുകൾ ഇവന്റെ പുറത്തടിച്ചിട്ട് റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോ ഈ മനുഷ്യൻ പറയുമത്രേ, മാ കുന്ന ഫൽഖൗസ്സലമ, ഈ മനുഷ്യൻ വാദിക്കും, എനിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ശിക്ഷിക്കല്ലേ. മാ കുന്ന നഅമലു മിൻ സൂ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ട് വിളിച്ചു പറയോ. അല്ലാഹു പറയുന്ന ബലാ, അതേടോ, നീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയാം. ഇന്നല്ലാഹ അലീമും ബിമാ കുൻതും തഅമലൂൻ, എടോ നീയൊക്കെ എന്ത് ചെയ്തിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ നീ വാദിച്ചിട്ട് കാര്യമില്ല, നീ വാദിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ മനുഷ്യൻ പറയുമത്രേ, ഈ ദോഷിയായ മനുഷ്യൻ പറയുമത്രേ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദക വഅകുൻ മിനസ് സാലിഹീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്. സംശയമുണ്ടോ? ഇതൊക്കെ സംഭവിക്കുന്നില്ല, സംശയമുണ്ടോ? സംശയിക്കണ്ട. അള്ളാന്റെ പരിശുദ്ധ ഖുർആന മുഅ്മിനെ പറയുന്നത്. ഈ മനുഷ്യൻ പറയും, ദോഷിയായ മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചിട്ട് റൂഹ് പോരാൻ വേണ്ടി വെപ്രാളപ്പെട്ട് പ്രയാസപ്പെടുമ്പോ മലക്കുകൾ ഇവനെങ്ങനെ അടിക്കുമ്പോ ഈ മനുഷ്യൻ വിളിച്ചു പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹ് ഒരൊറ്റ മിനിറ്റ് എന്നൊന്ന് പിന്തിപ്പിച്ചു കൊണ്ട് റബ്ബേ, ഒരു മിനിറ്റ് എന്റെ ആയുസ് പിന്തിപ്പിച്ച് തന്നോക്ക റബ്ബേ, ഒറ്റ മിനിറ്റ് എനിക്ക് ആയുസ് ബാക്കി തന്നോക്ക. ബാക്കി തന്നാൽ റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദക, ഞാൻ സ്വതക്ക കൊടുത്തോളാം. അല്ലാഹ് ഞാൻ സ്വതക്ക കൊടുത്തോളാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ
ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടോളാം. അല്ലാഹുവേ ഒരൊറ്റ മിനിറ്റ് പിന്തിപ്പിച്ചുകൊണ്ടാ, ഒരൊറ്റ മിനിറ്റ് എനിക്ക് ദീർഘ ആയുസിനെ കൂട്ടിക്കൊണ്ടാ, എന്നാൽ ഞാൻ സദക്ക കൊടുത്തോളാം, ഞാൻ സദക്ക കൊടുത്തോളാം. വാക്കും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുപോയിക്കോളാം. സഹോദര, നാളെ എഴുതിക്കാ എന്ന് കരുതിയിട്ട് മടിക്കണ്ട, നാളെ എഴുതിക്കാന്ന് കരുതിയിട്ട് മടിക്കണ്ട. ഇന്ന് തന്നെ എഴുതിക്കോ, ഇന്ന് തന്നെ എഴുതിക്കോ. വാക്കും മിനസ് സ്വാലിഹീൻ. അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ പറയാ, അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ പറയാ. എന്നിട്ട് മലക്കുകൾ ഇങ്ങനെ അടിച്ചും തൊഴിച്ചുകൊണ്ടും ഇവന്റെ റൂഹ് പിടിച്ചു പോയിട്ട് അവന്റെ റൂഹിനോട് പറയുന്നത് എന്താ? ഫദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ. ഈ തമ്മാടിയായ മനുഷ്യന്റെ റൂഹും പിടിച്ച് വലിച്ച് അടിച്ച് തൊഴിച്ചവന്റെ റൂഹ് വലിച്ചെടുത്തതിന് ശേഷം മലക്കുകൾ പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയട്ടെ, ഫദ്ഖുലൂ അബ്വാബ ജഹന്നം. നരകത്തിന്റെ വാതിലിലൂടെ പ്രവേശിച്ചോ, വാതിലിൽ കൂടെ പ്രവേശിച്ചോ എന്നല്ല പറഞ്ഞു, ഒരു വാതിൽ കൂടെ പോയിക്കോന്നല്ല, നരകത്തിന്റെ എല്ലാ വാതിൽ കൂടെ പോയിക്കോ, എല്ലാ അദാബും നീ അനുഭവിക്കട്ടെ. ഒരു വാതിൽ കൂടെ പോയ ഒരാദാബല്ലേ കിട്ടുള്ളൂ, ഒരു വാതിൽ കൂടെ പോയ ഒരാദാബല്ലേ കിട്ടുള്ളൂ. അത് പറ്റൂല. ജഹന്നമാകുന്ന കത്തിയാളുന്ന നരകത്തിന്റെ എല്ലാ വാതിലിലൂടെയും നീ പ്രവേശിക്കുക. എന്നിട്ടോ ഖാലിദീന ഫിഹാ, അതിൽ നിങ്ങൾ ശാശ്വതരാണ്. ഇനി പുറത്തേക്കില്ല, ഇനി പുറത്തേക്കില്ല, ഇനി പുറത്തേക്കില്ല. അവിടെ നിങ്ങൾ ശാശ്വതരാണ്. ഫലബീസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കരിച്ചവനെ, ധിക്കരിച്ചവനെ, അള്ളാന്റെ കൽപ്പനയ്ക്ക് മാറി പ്രവർത്തിച്ചവനെ. ഫലബീസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കരിച്ചവന്റെ മടക്ക കേന്ദ്രം എത്ര മോശം. അള്ളാഹു ചോദിക്ക, അഹങ്കരിച്ചവന്റെ മടക്ക കേന്ദ്രം എത്ര മോശം. അങ്ങനെ ഈ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചെടുക്കുന്നു. റൂഹിനെ പിടിച്ചെടുത്തിട്ട് അള്ളാന്റെ റൂഹിനെ പിടിച്ച മാലാഖമാര് മൂക്കും പൊത്തി പിടിച്ചിട്ടാ ഇവന്റെ ആത്മാവുമായി ആകാശത്തേക്ക് കയറിപ്പോകുന്നത്. അവൻ അത്രത്തോളം ദുർഗന്ധം ഇവന്റെ ആത്മാവിൽ നിന്ന് വമിക്കുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ ആത്മാവിൻ ദുർഗന്ധം വമിച്ചപ്പോ മലക്കുകൾ തന്നെ മൂക്കും പൊത്തിപ്പിടിച്ചിട്ടാ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആകാശത്തിന്റെ വാതിക്കലെത്തുമ്പോ മലക്കുകളോട് പറയുന്നു, വാതിൽ തുറക്കണേ. ആ സമയത്ത് ആകാശത്തുള്ള മലക്കുകൾ പറയുമത്രേ, ഏതൊരു മനുഷ്യനാ ഇന്ന് മരിച്ചിരിക്കുന്നത്, ഏതൊരു ദോഷിയുടെ ആത്മാവാ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, അവനിക്ക് ഇങ്ങോട്ട് സ്വാഗതമില്ല. ലാ മർഹബൻ ലാ മർഹബ, അവനിക്ക് സ്വാഗതമില്ല, അവനിക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടം തുറക്കൂല. മലക്കുകൾ പറയത്രേ, അവന്റെ ആത്മാവ് ഇതിനെ കൊണ്ടുവരരുതേ, ഇതിനെ കൊണ്ടുവരരുത്, അകത്തി കൊണ്ടുപോകൂ, അങ്ങ് ദൂരങ്ങളിലേക്ക് കൊണ്ടുപോകൂ അവന്റെ ആത്മാവ് എന്ന് ആ ആകാശ ലോകത്തുള്ള മാലാഖമാർ വിളിച്ചു പറയുമെന്ന് അള്ളാന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നോ? അപ്പൊ അല്ലാഹു തആല പറയുന്നു, സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ ആത്മാവിനെ, ആ മനുഷ്യന്റെ ആത്മാവിനെ നിങ്ങൾ സിജ്ജീനിൽ കൊണ്ടുപോയി വെക്കണം. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. ഇങ്ങനെ ആത്മാവ് തമ്മാടികളെ പിടിച്ച ആത്മാവിനെ, അവന്റെ ആത്മാവിനെ ലഫീ സിജ്ജീൻ, അവനെ സിജ്ജീനിലാ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അവന്റെ ആത്മാവിനെ അല്ലാഹു മലക്കുകൾ ആകാശ ലോകത്തേക്ക് ഉയർത്താൻ സമ്മതിക്കൂല, അവൻ ആകാശ ലോകത്തേക്ക് ഉയർത്താൻ സമ്മതിക്കൂല, ആകാശത്തിന്റെ കവാടം തുറന്നു കൊടുക്കൂല. അങ്ങനെ തുറന്നു കൊടുക്കാതിരിക്കുമ്പോ ഈ മനുഷ്യന്റെ ആത്മാവ് ആകാശ ഭൂമിക്കിടയിൽ ഗതി കിട്ടാതെ അലഞ്ഞു തിരിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ, ഇന്നല്ലദീന കസ്സബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിനെ ധിക്കരിച്ചവനെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കളവാക്കിയവനെ, അതിന്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്തവനെ, അല്ലാഹു ഹറാമാക്കിയത് ഹലാലാക്കിയവനെ, അല്ലാഹു ഫർളാക്കിയത് ഉപേക്ഷിച്ചവനെ, ഈ മനുഷ്യ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവൻ ആത്മാവിനെ സ്വീകരിക്കാൻ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടില്ല.
ആകാശം അവനിക്ക് വേണ്ടി തുറക്കപ്പെടൂല. വലാ യദ്ഖുലൂനൽ ജന്ന, അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഏതുവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല? ഹത്താ യലിജൽ ജമൽ ഫീ സമ്മിൽ ഖിയാത്ത്. പരിശുദ്ധ ഖുർആൻ ഉപമിച്ചത് നോക്ക്. സൂചിയുടെ പഴുതിലൂടെ ഒരൊട്ടകം പ്രവേശിക്കുന്നത് വരെ. അതുണ്ടാവോ? സൂചിയുടെ ദ്വാരറിയില്ലേ? സൂചിയുടെ നൂല് കോർക്കുന്ന ദ്വാരറിയില്ലേ? ആ ദ്വാരം വലുതാവാനും പാടില്ല, ഒട്ടകം ചെറുതാവാനും പാടില്ല. അങ്ങനെ നിലക്ക് ഒട്ടകമുള്ള പോലെ തന്നെ സൂചിയുള്ള പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഒട്ടകത്തിന് പ്രവേശിക്കാൻ കഴിയോ? ഇല്ല. അതേപോലെ ഈ മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഉണ്ടോ? അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായ ഉപമ നൽകിയത്, അത്ര മനോഹരമായ ഉപമ നൽകിയത്. ഇപ്പൊ രണ്ട് വിഭാഗം ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന മനസ്സിലായില്ലേ? ആത്മാവിനെ പിടിക്കുന്ന രൂപം മനസ്സിലായില്ലേ? ഇനി ഇവരെ കൊണ്ടുപോകുന്ന രൂപം പറയാൻ ഞാനിപ്പോൾ പ്രഭാഷണം തുടങ്ങിയിട്ട് 2 മണിക്കൂർ ആവാനായി. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 2 മണിക്കൂറായി. ഇനി പറയണോ വേണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കണ്ടേ? പറയണോ വേണ്ടേ? എന്താ പറയണേ? കുറച്ചാൾക്കാർ വേണമെന്ന് അറിയണ്ടേ? കുറച്ചാൾക്കാരാ എല്ലാവരും വേണമെന്ന് പറയണേ? എന്നാൽ പിന്നെ ഒരു പോയിന്റിൽ കൊണ്ട് എത്തിക്കുക അല്ലേ? ഒരു പോയിന്റിൽ കൊണ്ട് എത്തിച്ചിട്ട് നിർത്താൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു ഇനിയും കൂടാനും പറയാനും പിരിയാനും പ്രാവർത്തികമാക്കാനൊക്കെ ഉള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു ദീനിന് വേണ്ടി, എനിക്ക് നിങ്ങളോട് ഞാൻ എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നൊരു വിഷയമാണല്ലോ, ദീനിന് വേണ്ടി മരണം വരെ ഇങ്ങനെ ദീന് പറഞ്ഞ് ഖിലാസോട് കൂടെ ദീന് പറഞ്ഞ് അള്ളാഹിൻ്റെ ദീന് ദഅവത്ത് നടത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അതിനുള്ള മുമ്പിലുള്ള തടസ്സങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അതിനു വേണ്ടി ദീർഘായുസ്സും ആഫിയത്തും ശാരീരിക ബലവും നമ്മുടെ ഇൽമിന്റെ വ്യാപ്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വെച്ചതാ ഈ ഓരോരോ കാര്യങ്ങളും നോക്കിനി. സ്വാലിഹായ മനുഷ്യന്റെ ജനാസത കൊണ്ടുപോകാൻ ചുമക്കുകയാണ്. അവന്റെ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. കാണേണ്ടവർ കാണണേ, ഇത പൊതിയുന്നേ, വെള്ള തുണിയിൽ കെട്ടി മെല്ലെ പൊതിഞ്ഞു കെട്ടി, ദിക്റും ചൊല്ലിക്കൊണ്ട് നിന്നെ ചുമന്നിടുന്നേ, ഭാര്യ കരഞ്ഞിടുന്നേ, മക്കൾ ഇതാ തേങ്ങുന്നേ, യാത്ര പറഞ്ഞിടുന്നേ, മെല്ലെ അകന്നിടുന്നേ, കാണേണ്ടവർ കാണണേ, കാണാൻ കഴിയില്ലെന്നേ, വെള്ള തുണിയിൽ കെട്ടി മെല്ലെ പൊതിഞ്ഞു കെട്ടി, ദിക്റും ചൊല്ലിക്കൊണ്ട് നിന്നെ ചുമന്നിടുന്നേ, ഇരുളാൽ നിറഞ്ഞ കാട്ടിൽ മുള്ളാൽ പൊതിഞ്ഞ വീട്ടിൽ, ഇരുളാൽ നിറഞ്ഞ കാട്ടിൽ മുള്ളാൽ പൊതിഞ്ഞ വീട്ടിൽ നിന്നെ കിടത്തിക്കൊണ്ട് ഞങ്ങൾ മടങ്ങിടുന്നേ, നിന്നെ കിടത്തിക്കൊണ്ട് ഞങ്ങൾ മടങ്ങിടുന്നേ. സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ജനാസ അത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, അവന്റെ ദ്വാരങ്ങളിൽ മുഴുവനും പഞ്ഞിവെച്ചതിന് ശേഷം അവസാനത്തെ കെട്ടുന്നതിന് മുമ്പ് അതാ പറയുന്നു, കാണേണ്ടവർ കാണണേ, ഇത പൊതിയുന്നേ,
അവസാനമായി ആരെങ്കിലും ഒന്ന് കാണാനുണ്ടോ? അവസാനമായി ആർക്കെങ്കിലും കാണേണ്ടതുണ്ടോ? ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നു, എന്റെ ഭാര്യയെ എന്റെ ഭർത്താവിനെ ഞാനൊന്ന് കാണട്ടെ, ആ കവിൾത്തടങ്ങളിൽ അവസാന ചുംബനം കൊടുക്കട്ടെ. സഹോദരങ്ങള്, ഭാര്യ ചുംബനം കൊടുത്തു, അല്ലെങ്കിൽ ഭർത്താവ് ചുംബനം കൊടുത്തു, അരുമ മക്കളെ വാപ്പാനെ കെട്ടിപ്പിടിച്ച് നെട്ടിമണത്ത് പൊട്ടിക്കരഞ്ഞു. അവസാനത്തെ തുണിയും പൊതിഞ്ഞു, അവന്റെ 3 കെട്ടും കെട്ടി ആ മയ്യത്ത് കട്ടിലിലേക്ക് അങ്ങ് എടുത്തു വെച്ചിട്ട് ആളുകൾ അങ്ങ് ചുമക്കുമ്പോ, സഹോദരാ ചിന്തിക്കടേ, നിന്റെ ഭാര്യ എവിടോ വാതിക്ക് നിന്നുകൊണ്ട് വീടിന്റെ ജനാല തുറന്നിട്ട് ജനാലയിലൂടെ നോക്കിയിട്ട് നിന്റെ ഭാര്യ പൊട്ടിക്കരയുന്നു. ഇന്നലെ വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നവന്, ഇന്നലെ വരെ എനിക്ക് തുണയായുണ്ടായവന് എന്നെ തനിച്ചാക്കി പോവുകയാണോ? ഇനി എനിക്കാരാ ഉള്ളത്? എന്റെ കാര്യം നോക്കാൻ ആരാ ഉള്ളത്? എന്റെ മക്കൾക്കാരാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കരയുന്നു. പറയുന്നത് നോക്കണം, എനിക്കാരാ ഉള്ളത്, എന്റെ മക്കൾക്കാരാ ഉള്ളത് എന്നും പറഞ്ഞു പൊട്ടിക്കരയുന്നു ഭാര്യ. മക്കളതാ വീടിന്റെ സിറ്റൗട്ടിലേക്ക് വന്നിട്ട് വാപ്പാന്റെ വയ്യത്ത് കൊണ്ടുപോകുമ്പോ, എന്റെ വിഷയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ കിടക്കുകയാ. നമ്മുടെ അരുമ മക്കളിതാ നമ്മുടെ സിറ്റൗട്ടിൽ വന്നുകൊണ്ട് വാപ്പാന്റെ ജനാസ കണ്ടിട്ട് ആ ജനാസയെ കെട്ടിപ്പിടിച്ച് നെട്ടിമണത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കള് പറയുന്നു, ഞങ്ങൾ നോക്കാൻ ഇനി ആരാ? ഞങ്ങളെ കൂട്ടിനി ആരാ? ഞങ്ങളെ സംരക്ഷിക്കാൻ ആരാ? ഞങ്ങളെ പരിപാലിക്കാൻ ആരാ? സഹോദരാ, ഉമ്മ പറയുന്നു, മോനെ ഉമ്മയെ തനിച്ചാക്കി പോയടാ, ഉമ്മക്കിനി ആരാണുള്ളതടാ? ഉമ്മക്കിനി ആരാണുള്ളതടാ? ഉമ്മയോ വാപ്പയോ സഹോദരങ്ങളോ ഞങ്ങൾക്കിനി ആരാ? ഞങ്ങൾക്കിനി ആരാ എന്ന് വിളിച്ചുകൊണ്ടാ നിലവിളിക്കുന്നത്. സഹോദരാ, ഒരൊറ്റ ഭാര്യയും പറയുന്നില്ലല്ലോ, ഒരൊറ്റ ഭർത്താവും പറയുന്നില്ലല്ലോ, ഒരൊറ്റ മാതാപിതാക്കളും പറയുന്നില്ലല്ലോ, ഒരൊറ്റ മക്കളും പറയുന്നില്ലല്ലോ. അല്ലാ, ഈ മരിച്ചു കിടക്കുന്ന ആൾക്കിനി ഖബറിലാരാ ഉള്ളത്? ഖബറിലാരാ ഉള്ളതല്ലാ? ഏതെങ്കിലും ഒരു ഭാര്യ നാളിന്നവരെ ആയിട്ട് പൊട്ടിക്കറഞ്ഞിട്ടുണ്ടോ? എന്റെ ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോവല്ല, എന്റെ ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോവല്ല, അവരെ കാണാതെ എനിക്കുറക്കം വരില്ല, എന്റെ ഭർത്താവിനെ കാണാതെ എനിക്കുറക്കം വരില്ല എന്ന് ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഒരൊറ്റ ഭർത്താവും പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിച്ചവളാ, അവളെ കാണാത്തൊരൊറ്റ ദിവസവും എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതാ, അതുകൊണ്ട് എന്റെ ഭാര്യയുടെ ജനാസ കൊണ്ടുപോവില്ല. ആരും പറയുന്നില്ല സഹോദരങ്ങളെ, എല്ലാവരും പറയുന്നത് നഫ്സി നഫ്സി എന്നാ. ഞങ്ങൾക്കിനി ആരാ എന്ന് നിന്റെ കൂട്ടുകുടുംബം വിളിച്ചു പറയുമ്പോ, സഹോദരാ, ഇന്നലെ വരെ നീ കുഞ്ഞുനാളിൽ നിന്നെ ഉറങ്ങാൻ വേണ്ടി ഉമ്മ താരാട്ട് പാടി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ താരാട്ടിന്റെ വചനങ്ങൾ മറ്റൊരീണത്തിൽ ചൊല്ലിയിട്ട് നിന്നതാ കൊണ്ടുപോകുന്നു. കെട്ടുകൾ 3 കെട്ട്, കട്ടിലിൽ നിന്നെയോ മേറ്റി, കൂടെ ചുമലതിലേറ്റി, കൂട്ടത്തിൽ നിലവിളി പൊട്ടി. ഒരു ദിനമുണ്ടൊരു യാത്ര, ഒരു മടക്കമില്ലാത്ത യാത്ര. സഹോദരാ, നിന്നെ കട്ടിലേറ്റിയിട്ട് ചുമലിലേക്ക് അങ്ങ് വെക്കുമ്പോ നീ പറയുന്നത് എന്താ? അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ആളുകൾ നിന്റെ ജനാസയും വഹിച്ചു കൊണ്ടുപോകുമ്പോ നിന്റെ കുടുംബം മുഴുവനും വീടിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് വാതിൽ പഴുതിലൂടെ ജനാലക്കകത്തൂടെ നോക്കിയിട്ട് അതാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കര
കരയുമ്പോ സഹോദരാ, ഈ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് മരിച്ച മനുഷ്യൻ വിളിച്ചു പറയുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ഈ മരിച്ച മനുഷ്യൻ കട്ടിലിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയോ, യാ ഹിബ്ബായി വയാ അസ്തിഖായി തറക്തു ഫീകും ഔലാദി യുതമാ. സഹോദരാ, മരിച്ച മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, യാ ഹിബ്ബായി, എന്റെ കുടുംബങ്ങളെ, എന്റെ കുടുംബമേ, വയാ അസ്തിഖായി, എന്റെ കൂട്ടുകാരെ, എന്റെ സ്നേഹിതന്മാരെ, യാ അഹ്ലി, എന്റെ കുടുംബമേ, തറക്തു ഫീകും ഔലാദി യുതമാ, എന്റെ മക്കളെ നിങ്ങളിൽ യതീമാക്കിയിട്ടാ ഞാൻ പോകുന്നത്. എന്റെ മക്കളെ നിങ്ങളിൽ ഞാൻ യതീമാക്കി ഉപേക്ഷിച്ചു കൊണ്ടാ പോകുന്നത്. ഫലാ തൂദൂഹാ ഫലാ തൂദൂ, അതുകൊണ്ട് എന്റെ മക്കളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. എന്റെ മക്കളെ യതീഖാനകളിൽ, അനാഥാലയങ്ങളിൽ കൊണ്ടുപോയിട്ട് പട്ടിണി കിടന്നുകൊണ്ട് മരിക്കുന്നൊരവസ്ഥ എന്റെ മക്കൾക്ക് വരുത്തല്ലേ. വയാ ഹിബ്ബായി വയാ അസ്തിഖായി തറക്തു ഫീകും ഇംറഅതി ഹർമിലാ, എന്റെ ഭാര്യയെ വിധവയായി നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാ ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഫലാത്ത് ഉലൂഹ, അവളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മയ്യത്ത് നിലവിളിക്കും. മയ്യത്ത് കട്ടിലിൽ കടന്നുകൊണ്ടെന്ന അഷ്റഫുൽ ഖൽഖ് സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന സ്വാലിഹായ മയ്യത്താണെങ്കിൽ അതാ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോവണേ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോവണേ. ആ ഖബറിലതാ എന്നെ തേടിയിട്ട്, ഖബറിൽ എന്നെ തേടിയിട്ട് അതാ ഒരുപാട് സുരകല്ലിസാനീങ്ങളുണ്ട്, സുഖലോലുപതയുടെ പറുദീസ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോവണേ, വേഗം കൊണ്ടുപോവണേ എന്നീ സ്വാലിഹായ മയ്യത്ത് വിളിച്ചു പറയും. അതേ സ്ഥാനത്ത് മയ്യത്ത് കട്ടിലിൽ കിടക്കുന്നത് സ്വാലിഹല്ലാത്ത, നിസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത, ഹറാമ് വേഷം ധരിച്ചവനായ ഏതെങ്കിലും നടന്റെയോ നടിയുടെയോ മോഡൽ സ്വീകരിച്ചവനെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടുന്നത് കണ്ടപ്പോ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അത് സ്വീകരിച്ചവനെ അവൻ പറയും, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, എന്റെ നാശമേ, എന്റെ കേടേ, ഐന തദ്ഹബൂന ബിഹാ, എന്നെ കൊണ്ടുപോവല്ലോ, എന്നെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുപോവല്ലേ. എന്റെ വീട് വിട്ടു പോവാൻ എനിക്ക് ആഗ്രഹമില്ല, എന്റെ മക്കളെ വിട്ടു പോവാൻ എനിക്ക് ആഗ്രഹമില്ല. ഐന യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ. സ്വാലിഹല്ലാത്ത, കള്ളുകുടിച്ച, നോമ്പ് നോൽക്കാത്ത, വിഭജിച്ച ഈ മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ രണ്ട് ജനാസയും ഇനി ഖബറിൽ കൊണ്ടുപോയി കിടത്തുകയാ. ആ ഖബറിന്റെ ഭീകരത അത് വിശദീകരിക്കാൻ ഇപ്പോൾ നാം പറഞ്ഞ അത്ര സമയം ഇനി വേണം. ഖബർ വിശദീകരിക്കണമെങ്കിൽ ഇപ്പോൾ നാം പറഞ്ഞ അത്ര സമയം ഇനി വേണം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു ചെല്ലുന്നില്ല. അള്ളാഹു ഇനിയൊരു അവസരം നമുക്ക് നൽകുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഖബർ മുതലുള്ള ബർസഖ് വരെയുള്ള, ഖബർ മുതൽ ആഖിറം വരെയുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ
അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനായ റബ്ബേ, ഈ സദസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സലാം അദ്കാറുകൾ ദുആകൾ ഫാത്തിഹകൾ എല്ലാം നീ ഖബൂലാക്കണേ റബ്ബേ. ഈ സദസ്സ് സ്വീകരിക്കണേ റഹ്മാനെ. നാളെ ആഖിറ ലോകത്ത് ഞങ്ങൾ രക്ഷപ്പെടുത്തുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ നിങ്ങൾ ചിലവഴിച്ച ഓരോരോ സെക്കൻഡിന്റെ തോതനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്, ഖൽബുകൾക്ക് ശാന്തി നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ക്യാൻസർ, എയ്ഡ്സ്, ട്യൂമർ പോലെയുള്ള മാറാരോഗങ്ങളിൽ നിന്ന് ഞങ്ങളോട് ബന്ധപ്പെട്ട സകല മുഅ്മിനാത്തുകളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പലജാതി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളെ സഹോദരന്മാർ ബന്ധപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരും രോഗവും നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ റബ്ബേ, ശിഫയാക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടുകൂടെ സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് സന്തോഷത്തോടെ നെറ്റിത്തടം ഉയർത്തി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മലക്കുകൾ ആശീർവദിച്ച് യാത്ര അയക്കുന്ന ഉത്തമ മുത്തഖീങ്ങളെ റൂഹുകളാക്കി ഞങ്ങൾ അർവാഹുകളെ മാറ്റണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ മന്നാനായ വഹാബായ ഖഹാറായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് ആളുകൾ മരിച്ച മണ്ണോട് ചേർന്നു. നിന്റെ അവധി എത്തിയ ഞങ്ങളും മണ്ണോട് ചേരുന്നതാണ്. അവർക്കും ഞങ്ങൾക്കും ഖബർ വിശാലമാക്കണേ അല്ലാഹ്, ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണേ അല്ലാഹ്. ഖബർ അല്ലാഹുവേ, നിന്റെ നൂറ് തജല്ല് കൊണ്ട് പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അവര് ഞങ്ങൾ നാളെ നിന്റെ ദർബാറിൽ ഒരുമിച്ച് കൂടുമ്പോ അർശിന്റെ തണലല്ലാതെ തണലില്ലാത്ത ദിവസത്തില് അവർക്ക് ഞങ്ങൾക്കും അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നന്മയുടെ മീസാൻ ഭാരമാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്ക് വലത് കയ്യിൽ കിതാബ് നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ശഫാഅത്തിൽ ഉളമയിൽ പെടുത്തണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. കൊടുങ്കാറ്റ് വേഗതയിൽ സിറാത്ത് പാലം കടന്ന് ഹബീബിന്റെ മുഖത്തോട് മുഖം നോക്കി സാമീപ്യം ആസ്വദിച്ചുകൊണ്ട് സ്വർഗ്ഗം പുൽകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. കടം കൊണ്ട് വലക്കല്ല അല്ലാഹ്, കടം കൊണ്ട് വലക്കല്ല അല്ലാഹ്, കടം കൊണ്ട് വലക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, വീടിന് വേണ്ടി ദാഹിക്കുന്നവര്, കടം കൊണ്ട് വിഷമിക്കുന്നവര്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവര്, പെമ്മക്കളെ കെട്ടിക്കാനുള്ളവര്, അതുപോലെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന വിദേശത്തുള്ള സഹോദരങ്ങള്, അല്ലാഹുവേ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാഹ്. ഖൈറായ മഴ ഖൈറായ സമയത്ത് നിങ്ങൾക്ക് ഖൈറായ രൂപത്തിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കുടിവെള്ളമില്ലാതെ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ എല്ലാവിധ ആഫത്ത്, മുസീബത്ത്, വിഷമങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹ്, ഞങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങളെ മക്കളെ കണ്ണടച്ചവരായ രൂപത്തിൽ കാട്ടല്ല അല്ലാഹ്, കാട്ടല്ല അല്ലാഹ്. അല്ലാഹ്, മരിക്കുന്നത് വരെ നിന്റെ ദീനിന് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സമ്പാദ്യം കൊണ്ട്, ശരീരം കൊണ്ട് ഖിദ്മത്തെടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്നവരെ ദീനീ ദഅവത്തിന് വേണ്ടിയുള്ള കഴിവ് നൽകണേ അല്ലാഹ്. അതിനുള്ള ഇൽമു നൽകണേ അല്ലാഹ്, ത്വാഖത്ത് നൽകണേ അല്ലാഹ്, അതിനുള്ള ഹുസ്നുൽ സൗത്ത് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. എല്ലാവരും നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ വേദികളിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ എന്നിൽ നിന്നും ഉണ്ടാകുമെന്ന ഉറപ്പോടെ എനിക്കും കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ പ്രഭാഷണത്തിനിടയ്ക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും പറഞ്ഞെങ്കിൽ പൊരുത്തപ്പെടുക എന്ന അപേക്ഷയോട് കൂടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.